മഹാനായ ജാബിർ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുകയാണ്, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ കുന്ന ലഹു സലാസ ബനാത്തിൻ, ഒരാൾക്ക് 3 പെൺമക്കളുണ്ടെങ്കിൽ, മൻ കുന്ന ലഹു സലാസ ബനാത്തിൻ, 3 പെൺമക്കൾ ഒരാൾക്കുണ്ട്, ഫസബറ അലൽ അവാഇഹിന്ന വളറാഇഹിന്ന വസറാഇഹിന്ന, ആ 3 പെൺമക്കളുടെ വിഷയങ്ങളിൽ അയാൾ ക്ഷമിച്ചു, അഥവാ അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വിഷമങ്ങൾ, അവരുടെ സന്തോഷങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട ജീവിതത്തിൽ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ അയാൾ ക്ഷമിച്ചു. അല്ലേ, മക്കളാകുമ്പോൾ അവർക്ക് പലതും ചെയ്തു കൊടുക്കേണ്ടി വരും. എല്ലാ മക്കൾക്കും നമ്മൾ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് പെൺമക്കള്, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം. അതോടുകൂടെ തന്നെ അവർക്ക് വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ ആവശ്യമായത് കൊടുത്തുകൊണ്ട് അവരെ നല്ലൊരു വരന് കെട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ആ പെൺകുട്ടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടുന്ന ഏതൊക്കെ വിഷയങ്ങളുണ്ടോ, അതിൽ ചിലപ്പോൾ പ്രയാസങ്ങളുള്ളതുണ്ടാകും, വിഷമങ്ങളുള്ളതുണ്ടാകും. അതിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരാൾ ചെയ്തു കൊടുത്താൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന ബിറഹ്മതിഹി ഇയ്യാഹുന്ന, ഹബീബായ തങ്ങൾ പറയാണ്, അദ്ഖലഹുല്ലാഹ്, മനുഷ്യൻ അല്ലാഹു തആല സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും, ബിറഹ്മതിഹി ഇയ്യാഹുന്ന, ആ മക്കൾക്ക് അയാൾ കരുണ ചെയ്തു കൊടുത്ത കാരണം കൊണ്ട്, ആ മക്കൾക്ക് കാരുണ്യം കൊടുത്ത കാരണം കൊണ്ട്, ആ മക്കൾക്ക് സ്നേഹം കൊടുത്ത കാരണം കൊണ്ട് അല്ലാഹു ആ മനുഷ്യന് സ്വർഗ്ഗത്തിൽ കടത്തുന്നതാണ്. ഇത് ഹബീബായ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞപ്പോ ഫഖാല റജുലുൻ, ഒരാൾ ചോദിച്ചു, ഒരു റജുൽ ചോദിക്കുകയാണ്, 3 പെൺമക്കൾക്ക് ഇതൊക്കെ ചെയ്തു കൊടുത്താൽ, അവരിലുള്ള പ്രയാസങ്ങള്, വിഷമങ്ങൾ, അവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളിലൊക്കെ സഹിച്ചുകൊണ്ട് ക്ഷമിച്ചുകൊണ്ട് വേണ്ടുന്നത് നല്ല രൂപത്തിലൊക്കെ ചെയ്തു കൊടുത്താൽ അയാൾ സ്വർഗ്ഗത്തിൽ കടത്തുമെന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോൾ ഫഖാല റജുലുൻ യാ റസൂലല്ലാഹ്, നബിയെ 2 പെൺമക്കളാണെങ്കിലോ? ഖാല, ഹബീബായ തങ്ങൾ പറഞ്ഞു, വബനതാനി, 2 പെൺമക്കളാണെങ്കിലും തദൈവ, 2 പെൺമക്കൾക്ക് ഇത് ചെയ്തു കൊടുത്താലും സ്വർഗം കിട്ടുമെന്ന് മുത്തുനബി പറഞ്ഞപ്പോ ഖാല റജുലുൻ, അപ്പോൾ ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് വവാഹിദ, ഒരു പെൺകുട്ടിയാണെങ്കിലോ നബിയേ? 3 പെൺമക്കൾ ആദ്യം പറഞ്ഞു, പിന്നെ 2 പെൺകുട്ടികളെ പറഞ്ഞു. അപ്പൊ ഒരാൾ ചോദിച്ചു, നബിയെ, ഒരു പെൺകുട്ടിയാണ് ഒരാൾക്കുള്ളതെങ്കിൽ ആ പെൺകുട്ടിക്ക് ഒരാൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ അവർക്ക് സ്വർഗം ലഭിക്കുമോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വവാഹിദ, അതെ, ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൊടുത്താലും സ്വർഗം ലഭിക്കുന്നതാ.